ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്റർ മയാമിക്ക് ഒരു ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതായത് ആദ്യം 3 ഗോളിന്റെ ലീഡ് ഇന്റർ മയാമി കരസ്ഥമാക്കുന്നു, പിന്നീട് 4 ഗോളുകൾ വഴങ്ങുന്നു. അങ്ങനെയാണ് 3-4 ഈ മത്സരത്തിൽ ഇന്റർ മയാമി പരാജയപ്പെട്ടിട്ടുള്ളത്. എതിരാളികൾ ഒർലാൻഡോ സിറ്റിയാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ ഇന്റർ മയാമി സ്വന്തമാക്കി. മെസ്സി തകർപ്പൻ പ്രകടനം നടത്തി. 4-ാമത്തെ മിനിറ്റിൽ ഇയാൻ ഫ്രേ ഗോൾ നേടി. പിന്നീട് 25-ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും സെഗോവിയ ഒരു ഗോൾ നേടി. പിന്നീട് 33-ാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ഒരു കിടിലൻ ഗോൾ പിറക്കുന്നത്. അതായത് ബോക്സിന് വെളിയിൽ നിന്നും ഒരു താരത്തെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മെസ്സി ഒരു ഷോട്ട് എടുക്കുകയായിരുന്നു, അത് ഗോളായി മാറി. അങ്ങനെ 33 മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ 3 ഗോളുകൾ ഇന്റർ മയാമി നേടി. മെസ്സി ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കി. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. 39-ാമത്തെ മിനിറ്റിൽ മാർട്ടിൻ ഒയേഡ ഒരു ഗോൾ കണ്ടെത്തി. അതിനുശേഷം 68-ാമത്തെ മിനിറ്റിലും 78-ാമത്തെ മിനിറ്റിലും മാർട്ടിൻ ഒയേഡ 2 ഗോളുകൾ കൂടി നേടി. പിന്നീട് മത്സരത്തിന്റെ 93-ാമത്തെ മിനിറ്റിൽ സ്പൈസർ ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ 4 ഗോളുകൾ ഒർലാൻഡോ സിറ്റി തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ഇന്റർ മയാമിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും പോയിന്റ് പട്ടികയിൽ നിലവിൽ ഇന്റർ മയാമി 3-ാം സ്ഥാനത്താണ് ഉള്ളത്. ഇനി നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് ഇന്നലെയും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാൽമിറാസ് ആണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. ആദ്യം സാന്റോസ് റോൾഹൈസറിലൂടെ ഗോൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഹൊസെ ലോപ്പസ് പാൽമിറാസിന് വേണ്ടി സമനില ഗോൾ നേടി. നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. നെയ്മറുടെ അഭാവത്തിലും നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറെ മത്സരങ്ങളിലായിക്കൊണ്ട് വിജയങ്ങൾ നേടാൻ ഇപ്പോൾ സാന്റോസിന് കഴിയുന്നില്ല. അവസാനത്തെ 6 മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ വിജയം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ 1-ാം സ്ഥാനത്തുള്ള പാൽമിറാസിനെ സമനിലയിൽ തളക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരൽപ്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 16-ാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. 14 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുകൾ മാത്രമാണ് അവർക്കിപ്പോൾ ഉള്ളത്. റെലഗേഷൻ സോണിന്റെ തൊട്ട് മുകളിലാണ് സാന്റോസ് ഇപ്പോൾ കിടക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.